ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിതം ഓഫ് ഫ്ലോറ. ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കൊക്കഡാമ ഉപയോഗിച്ച് ഒരു മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കുന്നതാണ്. എന്താണ് കൊക്കഡാമ എന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. പുരാതന കാലം മുതൽ ജപ്പാനിൽ അവരുടെ പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി അവരുപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ് കൊക്കഡാമ. പാവപ്പെട്ടവൻ്റെ ബോൺസായി എന്നും അറിയപ്പെടുന്നുണ്ട്. മലയാളത്തിൽ ഇതിനെ പായൽ പന്തുകൾ എന്നും പറയാം. ഈ പായൽ പന്തുകൾ നിർമ്മിക്കാൻ അത്യാവശ്യമായിട്ട് വേണ്ടത് പായലാണ്, പച്ച പായൽ. നമ്മുടെ നാട്ടിലൊക്കെ മഴയുള്ള സമയങ്ങളിലൊക്കെ മതിലിലും പല സ്ഥലങ്ങളിലും പച്ച പൂപ്പ് പോലെ ഇങ്ങനെ പച്ച കളറിൽ നിൽക്കുന്നത് കാണാം. അതാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ കൊക്കഡാമ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചപ്പായൽ ശേഖരിക്കാം. നല്ല മഴയുള്ള സീസണൊക്കെ ആണെങ്കിൽ നല്ല പച്ച കളറിൽ കിട്ടും, നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു മഴയില്ലാത്ത സീസണാണ്, കുറച്ച് വെയിലൊക്കെ ഉള്ള സീസണിലാണ് ഞാൻ ഈ പച്ചപ്പായൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുണ്ട കളറിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കൊക്കഡാമ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറിൽ, നല്ല പച്ച കളറിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ കൊക്കഡാമ നിർമ്മിക്കാനുള്ള പായലൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അടുത്തതായിട്ട് കൊക്കഡാമ നിർമ്മിക്കാനുള്ള മണ്ണൊരുക്കലാണ്. അതിനു വേണ്ടിയിട്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, മണ്ണ്, ഇവയെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളവും കൂട്ടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചാണകപ്പൊടി കയ്യിലാക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഗ്ലൗസൊക്കെ ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതൊരു ഉണ്ട പിടിച്ചെടുക്കാനുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ചെടി ഇതിൽ വെക്കാൻ പറ്റും. ഞാനിവിടെ ഉപയോഗിച്ചത് റയോ പ്ലാന്റ് ആണ്. റയോ പ്ലാന്റിൻ്റെ കൊക്കഡാമയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മണ്ണ് നന്നായിട്ട് ഉണ്ടയാക്കി എടുക്കണം. നന്നായിട്ട് നല്ല പ്രസ് ചെയ്ത് നല്ലൊരു ബോൾ രൂപത്തിൽ, നമുക്ക് അത്യാവശ്യം നല്ലൊരു ബോൾ രൂപത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ ഒരു ലൈനിങ് തുണി വെച്ചിട്ട് ചുറ്റിയെടുക്കാം. നല്ലൊരു പച്ച കളർ തുണിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മണ്ണൊന്നും കൊഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിയെടുക്കുന്നത്. അതിനുശേഷം ഈ തുണിയെ ഒരു നൂല് വെച്ച് നന്നായിട്ട് ചുറ്റിയെടുക്കുക. ഈ തുണി അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ഘട്ടം. നമ്മൾ ശേഖരിച്ച ഈ പച്ച പൂപ്പായൽ തുണിക്ക് മുകളിൽ വെച്ച് ഈ നൂല് ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടിയെടുക്കുക. പച്ച കളർ നൂലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാർക്ക് കളർ നൂലോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ പായലിൻ്റെ മുകളിൽ നൂലിൻ്റെ കളർ എടുത്ത് കാണിക്കും. അപ്പോൾ ഗ്യാപ്പൊന്നും വരാതെ നന്നായിട്ട് പായൽ വെച്ച് നന്നായിട്ട് കെട്ടിയെടുക്കുക. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റയോ പ്ലാന്റ് വെച്ചുള്ള കൊക്കഡാമ ശില്പം. നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ്? ഇഷ്ടമായെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണേ. പിന്നെ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വെച്ചിട്ടാണ് കൊക്കഡാമ നിർമ്മിക്കാൻ ഇഷ്ടമെന്നും താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി മറ്റൊരു കൊക്കഡാമ ശില്പം കൂടെ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഞാനുണ്ടാക്കിയ മറ്റൊരു കൊക്കഡാമ ശില്പമാണിത്. സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടാണ് ഈ കൊക്കഡാമ ശില്പം ഉണ്ടാക്കിയിട്ടുള്ളത്. പൂന്തോട്ടങ്ങളൊക്കെ അലങ്കരിക്കാൻ വേണ്ടി കൊക്കഡാമയെ തൂക്കിയിടാം, അല്ലെങ്കിൽ സ്റ്റാൻഡിൽ വെക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും അലങ്കരിക്കാം. ഞാനിവിടെ കുറച്ച് സ്റ്റോൺസൊക്കെ ഉപയോഗിച്ച് ഒരു മിനിയേച്ചർ ഗാർഡനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് കാണിച്ചു തരാം.
3 കൊക്കഡാമ ശില്പങ്ങൾ ഉപയോഗിച്ചുള്ള നമ്മുടെ മിനിയേച്ചർ ഗാർഡൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതിൽ സ്പൈഡർ പ്ലാന്റിൻ്റെയും റയോ പ്ലാന്റിൻ്റെയും കൂടാതെ അരലിയ പ്ലാന്റിൻ്റെയും ഒരു കൊക്കഡാമ ശില്പം ഉണ്ട്. കുറച്ച് സ്റ്റോൺസും ഒരു ശംഖും ഒക്കെ വെച്ച് നമ്മൾ ഈ മിനിയേച്ചർ ഗാർഡൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.